ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസ സമൂഹം പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ തിരുവത്താഴ ദിവ്യബലിയും കാൽക്കഴുകൽ ശുശ്രൂഷ ചടങ്ങും നടന്നു. അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഭവനങ്ങളിൽ പെസഹ അപ്പം മുറിച്ചു. കുരിശുമരണം വരിക്കുന്നതിന് മുമ്പ് യേശു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതും വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചതും അനുസ്മരിച്ചാണ് ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത്. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം. ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മോശയുടെ പ്രവാചകത്വത്തിൽ വിമോചിതരായതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശു ശിഷ്യന്മാർക്കൊപ്പം പെസഹ ആചരിച്ച വേളയിൽ എല്ലാവരിലും വലിയവൻ എല്ലാവരുടെയും സേവകനായിരിക്കണം എന്ന മാതൃക പകർന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. ഓശാന ഞായറാഴ്ച ആരംഭിച്ച വിശുദ്ധ വാരത്തിലെ 5-ാം ദിവസമാണ് പെസഹ. 50 നോമ്പിലെ അവസാന ആഴ്ച കൂടിയാണിത്. വിവിധ ദേവാലയങ്ങളിൽ തിരുവത്താഴ ദിവ്യബലി, പൗരോഹിത്യ സ്ഥാപന അനുസ്മരണം, കാൽക്കഴുകൽ ശുശ്രൂഷകൾ എന്നിവയും നടന്നു. കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷ ചടങ്ങുകൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി. കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവിടത്തോടുകൂടി ആയിരിക്കുകയും ചെയ്യും. കാലുകഴുകൽ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മുമ്പിൽ, നമ്മുടെ മധ്യത്തിൽ ചെറുപ്പക്കാരായ 12 ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഈ 12 പേർ പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മെ എല്ലാവരെയും ഈശോയുടെ 12 ശിഷ്യന്മാരുടെ പ്രതിനിധികളായിട്ട് ഇവിടെ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സന്ധ്യയ്ക്ക് ക്രൈസ്തവ ഭവനങ്ങളിൽ ആളുകൾ ഒത്തുകൂടി പെസഹ അപ്പം മുറിച്ചു. പെസഹ അപ്പം മുറിക്കുന്നതോടെ വിശുദ്ധ വാരത്തിലെ പ്രധാനപ്പെട്ട ആഘോഷത്തിനും സമാപനമായി. കാൽവരിക്കുന്നിൽ യേശു കുരിശുമരണം വരിച്ചതിന്റെ അനുസ്മരണത്തിൽ നാളെ ദുഃഖവെള്ളി ആചരിക്കും. 3-ാം ദിവസം യേശുവിന്റെ ഉത്ഥാനത്തെ അനുസ്മരിച്ച് ഞായറാഴ്ച ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നതോടെ ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പാചരണത്തിനും സമാപനം കുറിക്കും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.